ഇപ്പോൾ പറയുന്ന പോലെ ഒരു 10,000 രൂപയുടെ ഒരു വാച്ച് ഉണ്ടാവും, ഒരു 10,000 രൂപയുടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവും, 5,000 ഷർട്ട് ആയിരിക്കും, 15,000 ജീൻസ് ആയിരിക്കും, ഷൂ ഉണ്ടാവും. അപ്പോൾ അവന് മൊത്തത്തിൽ കാണുമ്പോൾ അവനൊരു 2-3 ലക്ഷം, 3 പിന്നെ മൊബൈലും ഒരു 4-5 ലക്ഷം ഉറുപ്പ്യൻ്റെ മുതലുണ്ടാവും. പക്ഷേ ഇവരൊരു ഫ്രെയിമിൽ വന്ന് നിൽക്കുമ്പോൾ ഇതല്ലല്ലോ. പക്ഷെ നമ്മൾ പണ്ട് ഫിലിമിലാവുമ്പോൾ അതല്ല, അവിടെ നടൻ വേണം, അല്ലെങ്കിൽ ഈ ഫിലിം പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അന്നത്തെ നടന്മാരിങ്ങനെ നിന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളൊരു കോമഡി സീൻ എടുത്തിട്ടുമ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ പഴയ ആളുകളാണ്. അവർ പെർഫോമേഴ്സ് ആണ്, അവർ ആക്ടേഴ്സ് ആണ്, അവരുടെ ടൈമിങ് ഇതെല്ലാം ഈ ഒരു ഇത്ര സമയത്തിനുള്ളിൽ കൃത്യമാണ്. അന്ന് രാവിലെയാണ് ഇതിനെ പറ്റിയിട്ട് ഷറഫും അതുപോലെ തന്നെ ശ്യാമേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, നിനക്കൊരു കിസ്സിങ് സീൻ ഉണ്ടല്ലോ. കാരണം ഞാൻ വിചാരിച്ചിങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ളത് എന്നെ ഇനി ഇവരെന്നെ ഞാനാണല്ലോ എല്ലാവരെയും പറ്റിക്കുന്നത്, ഇനി എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണോ എന്നുള്ളത് ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തതുമില്ല. റെഡി ഫയർ റെഡി ആക്ഷൻ. ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനാണോ ഉത്തരം പറയുന്നത്? അല്ല, എനിക്കൊരു സംശയം, ഞാൻ ഭയങ്കര എൻഗേജ് ചെയ്തിട്ടാണ് ഇരിക്കുകയും ചെയ്തത്. കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ടോന്നാ? അല്ലല്ല, ഞാൻ ഭയങ്കര എൻഗേജ് ചെയ്തിട്ട് ഞാൻ പ്ലാൻ ചെയ്ത ഒരു ചോദ്യമല്ല ചോദിക്കുന്നതെന്ന് പറഞ്ഞത്. ഞാൻ നോർമലി സംസാരിച്ചതിന്റെ തുടർച്ചയിൽ അതിനെ കണക്ട് ചെയ്താ പോകുന്നത്. നാടകം, സിനിമ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടർ ഇതിലൊക്കെ പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ വലിപ്പച്ചെറുപ്പം അല്ലെങ്കിൽ ഈ ഫെയിം ഇതിനൊക്കെ അപ്പുറത്ത് ഈ പറഞ്ഞൊരു ഒരു നല്ല മനുഷ്യർ അവരെ കണ്ടെത്തുക, അവരുമായിട്ട് അടുപ്പുണ്ടാക്കുക എന്നുള്ളത് കൂടി ഈ യാത്രയുടെ ഒരു എന്താ വെച്ചാൽ ആലോചിക്കാത്തൊരു പദ്ധതിയായി മാറിയിട്ടുണ്ടല്ലേ. ഞാൻ പറഞ്ഞത് എല്ലാ ഘട്ടത്തിലും, ഞാൻ പറഞ്ഞതിപ്പം ഈ കാലടിയുടെ കാര്യം പറയുമ്പോഴും അവിടെ ഒരു എണ്ണിയെടുത്ത് പറയാവുന്ന ആളുകൾ സുരഭിയുടെ കയ്യിലുണ്ട്. ഓരോ സ്ഥലത്തും ഉണ്ടല്ലോ ഈ യാത്രയിലുടനീളം അത്തരം മനുഷ്യർ. ഈ ഇപ്പം ഇപ്പോഴും പറയുന്നത് മുസ്തഫ എന്ന് പറഞ്ഞത് അതെങ്ങനെ ഒരു ഗെയിം ചേഞ്ചിങ് ആയിരുന്നു ലൈഫിൽ നിന്നാണല്ലോ. അപ്പൊ ഈ പറഞ്ഞെടുക്കാവുന്ന മനുഷ്യരുണ്ടല്ലോ അങ്ങനെ ഒരുപാട് ആൾക്കാർ. നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, ഒരാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇനി ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിലും ശരി, അവരോട് തന്നെ സംസാരിച്ചു തുടങ്ങും. കാരണം ആ മനുഷ്യൻ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നായിട്ട് ഇത് വേണമല്ലോ. അപ്പം ഞാനതാ വിശ്വസിക്കുന്നതും ഇതൊക്കെ. അപ്പം എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നതും അത് തന്നെയാണ്. അവർ നമ്മളോട് എങ്ങനെയെന്നുള്ളതൊന്നും അല്ലാതെ തന്നെ നമ്മൾ നല്ലൊരു എന്താ പറയുക, കള്ളത്തരം കാണിക്കാണ്ട് കുറച്ചും കൂടിയും ഇപ്പം ഇന്നത്തെ കാലത്ത് പലപ്പോഴും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രെയിമിൻ്റെ അകത്തേക്കൊന്നും പോവാണ്ട് കുറച്ചും കൂടി ജെന്യൂൻ ആയിട്ട് ആളുകളെ അപ്രോച്ച് ചെയ്യുകയും പെരുമാറുകയും ചെയ്യും. അത് ആൾക്കാർക്ക് മനസ്സിലാവും. കുറച്ചു നേരം അവരത് ഇതെന്താ ഇങ്ങനെ എന്നുള്ളതൊക്കെ തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരെയും വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്നുള്ളതാണ്. പിന്നെ അതിങ്ങനെ നമ്മളിപ്പോൾ ഒരു കോരുന്ന കിണറുണ്ടാവില്ലേ, അതിലാണ് എപ്പോഴും തെളിഞ്ഞ വെള്ളം ഉണ്ടാവുക. അപ്പൊ അതിനകത്തേക്ക് നോക്കുമ്പോഴും അതാണ് നല്ല വെള്ളം. മറ്റേതിങ്ങനെ ഈ കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ എൻ്റെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ സംഭവങ്ങളും ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് വ്യക്തികളുടെ അടുത്താണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ല എന്നും ഇതിങ്ങനെ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ തോന്നി എന്നുള്ളതും കൃത്യമായിട്ട് ഞാൻ അത് പറയുകയും പ്രകടിപ്പിക്കുകയും ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് തെളിഞ്ഞു നിന്നാലാണ് നമുക്കൊരു സമാധാനം. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നാലേ നടക്കും. അല്ലെങ്കിൽ നമ്മൾ ഗതി കിട്ടാതെ അലയുന്ന പ്രേതമായിട്ടൊക്കെ നിഴലായി എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ നടക്കേണ്ടി വരും. അത് വരിക സിനിമയിലെ കഥാപാത്രങ്ങളുടെ അവിടെ മാത്രമേ വരുള്ളൂ. കാരണം ഇപ്പോഴും ആ ഒരു ആഗ്രഹം അടങ്ങാത്തത് ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. അപ്പോൾ ആൾക്കാരെല്ലാവരും നമ്മളോടും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എന്നാണ് എനിക്ക് അങ്ങനെ എന്നെപ്പറ്റി അങ്ങനെ പറയാൻ അറിയില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല, അതങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുത്ത് അതും എനിക്ക് ഭാരമാവും. അപ്പോൾ അതുകൊണ്ട് ആ ഭാരത്തിലേക്ക് ഞാൻ പോകില്ല. അതുകൊണ്ടല്ലോ നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇടല്ലേ, അതും നടക്കില്ല. അതാണ് അതിൻ്റെ ഒരു പല ഫോമുകളിലാണല്ലോ വർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പം നാടകമാണെങ്കിൽ അതൊക്കെ ഒരു പല രൂപത്തിലുള്ള സംഗതിയിലാണല്ലോ വർക്ക് ചെയ്തത്. ഇപ്പം ഇതിലൊക്കെ ഇന്ന സമയത്ത് ഇപ്പം നമ്മളുടെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം ഇപ്പം കൂടുതൽ സമയം സിനിമയിലാണല്ലോ എൻഗേജ് ചെയ്യിക്കുന്നത്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? സിനിമ പെർഫോമൻസിലാണോ ഹൈ? അതായത് നമ്മൾ ആ പറയുന്ന ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് തീർക്കുന്നിടത്താണോ, അല്ലെങ്കിൽ ലൈവായി അത് പെർഫോം ചെയ്യുന്നിടത്താണോ, അല്ലെങ്കിൽ അത് ഫൈൻ ട്യൂൺ ചെയ്ത് കാണുന്നിടത്താണോ? എന്താണ് ഇപ്പം തിയേറ്ററിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ മൊമെന്റിൽ തന്നെ അത് സംഭവിച്ചല്ലോ. സിനിമേൻ്റെ പലപ്പോഴും അതിൻ്റെ പ്രോസസ്സിലാണ്
ഒരു Happiness ഉണ്ടാകുന്നത്. നമുക്ക് ഒന്നും ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവരോട് സംസാരിച്ച് അവർക്കൊരു രൂപമായി, അപ്പൊ അതൊക്കെ മുത്തമ്മയിലൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് കൈ കിട്ടിയ നമുക്കൊരു കിക്കടിച്ച ഒരു ഇതാണ്. അതുകൊണ്ടാണ് പല നാടക നടന്മാരൊക്കെ പറയുന്നത് കേൾക്കില്ലേ, ഇത് സമ്പാദിക്കാനൊക്കെ ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതിന്റെ ഒരു ആനന്ദം ഈ കഥാപാത്രത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആക്ട് ചെയ്യുമ്പോൾ കിട്ടും. അത് ഓരോരുത്തർക്കും സ്പോർട്സിൽ നിന്ന് കിട്ടുന്നൊക്കെ. അപ്പൊ അതിന്റെ ഒരു ആനന്ദം അത് എനിക്കത് പറഞ്ഞറിയിക്കാനൊന്നും അറിയൂല. അത് അങ്ങനെയാണ്. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ഥലം കിട്ടി കിട്ടി എന്ന് പറഞ്ഞ് കിട്ടി അതിന്റെ ഒരു ഷോട്ട് അഭിനയിച്ച് അതിൽ നിൽക്കുന്നത് മുതൽ അത് തീർന്ന് അവസാനത്തെ ഷോട്ട് കഴിഞ്ഞ് അത് ഡബ് ചെയ്ത് ഇതെല്ലാം ആവുന്നത് വരെ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ. ആ പ്രോസസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞും ഇടുക്കി ആ ഷൂട്ടിങ്ങിന്റെ സ്ഥലത്തൊക്കെ പോയ സമയത്ത് ശാന്തന്മാർ അവിടെ പോയപ്പോൾ ഞാൻ ഈ റോഡ് സൈഡിൽ ഇട്ടിട്ട് അതെന്തിനാ വെച്ചിട്ടെങ്കിൽ അവിടെയാണ് എൻ്റെ മുത്തമ്മ ജീവിച്ചിട്ടുള്ളത്. ഞാൻ ഇതുവഴി പോകുന്നുണ്ട് മാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടത്. അപ്പൊ അതിങ്ങനെ എല്ലായിടത്തും, അപ്പൊ അവിടെ ആ കഥാപാത്രങ്ങൾക്ക് ഒരു ജീവൻ ഉണ്ട് എന്നുള്ളതും അവർ ആ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതും അങ്ങനത്തെ ഒക്കെ ഒരു ഭ്രാന്ത് തന്നെ വന്ന് കഴിയുമ്പോൾ നീ ഒരു മുഴുവൻ ഭ്രാന്തി തന്നെ എന്ന് പറയില്ല. അങ്ങനെയാണ് അത്. എനിക്ക് അറിയില്ല ഇത് എങ്ങനെയോ അത് മനസ്സിലാകുന്നുണ്ടോ? ഏകദേശം സുരഭി പറഞ്ഞതായതുകൊണ്ട് കണക്ട് ആവുന്നുണ്ട്. സുരഭി പറഞ്ഞതായതുകൊണ്ട് കണക്ട് ആവുന്നുണ്ട്. ഞാൻ നമ്മളെ ക്യാരക്ടറിനെ കൂടി കാണുകയാണല്ലോ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ വിളിക്കുമ്പം ചെറിയ റോള് ചെയ്യുന്ന പോലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ OTT വരുന്നു, ചിലപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. ഇപ്പം വലിപ്പച്ചെറുപ്പം എന്നുള്ളത് പ്രേക്ഷകർക്ക് വിഷയമാവുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഒരു സിനിമയിലെ നായക കഥാപാത്രം ആവണമെന്നില്ല. ഇപ്പം റൈഫിൾ ക്ലബ്ബ് ഞാൻ കാണുമ്പോഴാണെങ്കിലും കിഷ്കിന്ദ കണ്ടാണെങ്കിലും വിജയരാഘവനെ കാണുമ്പോൾ കൈയടിക്കാവുന്ന തരത്തിലേക്കാണ് പ്രേക്ഷകർ എത്തുന്നത്. മറ്റേത് ലീഡ് ആക്ടർക്കോ വില്ലനോ വരെ കിട്ടാവുന്നതാണ്. അപ്പൊ അത് കുറച്ചുകൂടി വൈഡറായി എന്ന് പറയുന്നത്. റൈഫിൾ ക്ലബ്ബിൽ വീൽ ചെയറിലാണ് വിജയരാഘവൻ, അപ്പൊ തന്നെ കൈയടിച്ച് ആർത്ത് ഇത് ചെയ്യുന്നൊരു തിയേറ്ററിനെയാണ് കാണുന്നത്. ഈ പറയുന്ന പെർഫോമൻസിലേക്ക് പ്രേക്ഷകർ എത്തുന്നു, അല്ലെ പെർഫോമൻസ് പ്രേക്ഷകരുടെ ഹൈ ആവുന്ന ഒരു മാറ്റം മലയാളത്തിൽ തീർച്ചയായിട്ടും അതുണ്ടാവും. അത് തിരിച്ചു വരുമെന്നുള്ളതാണ്. അതൊരു ആക്ടറിനെ തിരിച്ചറിയുന്നതാണ് ഈ ആൾക്കാരെ. അപ്പോൾ വേറെന്തോ ഒരു ചെറിയ മറ്റേതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് പല ടെക്നിക്കൽ സഹായങ്ങൾ കൊണ്ടുമൊക്കെ ആയിട്ട് നമുക്ക് ഹായ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അതല്ലാത്ത രീതിയിൽ ഈ ആക്ടർ പെർഫോം ചെയ്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഏരിയ ഉണ്ട്. ജയരാഘവൻ സാറൊക്കെ അത് അങ്ങനെയാണ് ആ ക്യാരക്ടറിനൊക്കെ ഓരോ സ്ഥലത്തും പിടിക്കുന്നത്. അപ്പൊ അത് ഓരോന്ന് കാണുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ പണിക്കും അങ്ങനെയുണ്ട്. ഇപ്പൊ ഇതിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും കയറി വന്നിട്ട് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഒരു വാവ് ഒക്കെ ഇടാൻ പറ്റും, 2 വാവ് കുഴപ്പമില്ല. പിന്നെ അത് ഒരൊറ്റ CD ആയിട്ട് അങ്ങനെ മാറിപ്പോവും. പിന്നെ അതേപോലെ തന്നെ കുറച്ചൊരു ലുക്ക് വ്യത്യാസമുള്ള വേറൊരാൾ വരുന്നു, അതിങ്ങനെ പോയി ഇരിക്കുന്നു. പക്ഷെ നമ്മൾ പണ്ട് ഫിലിമിലാവുമ്പോ അതല്ല, അവിടെ നടൻ വേണം, ഇല്ലെങ്കിൽ ഈ ഫിലിം പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അന്നത്തെ നടന്മാർ ഇങ്ങനെ നിന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളൊരു കോമഡി സീൻ എടുത്തിട്ടുണ്ടോ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ പഴയ ആളുകളാണ്. അവർ പെർഫോമേഴ്സ് ആണ്, അവർ ആക്ടേഴ്സ് ആണ്, അവരുടെ ടൈമിങ് ഇതെല്ലാം ഈ ഒരു ഇത്ര സമയത്തിനുള്ളിൽ കൃത്യമാണ് അല്ലെ. ചെറിയ പാളിച്ച നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ പെർഫോമൻസ് ആണ് അവിടെ നിൽക്കുന്നത്. അത് കാലം കഴിയും തോറും അത് കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അവർ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആ പെർഫോമേഴ്സ് ജെന്യുവൻ ആയിട്ടുള്ള ആക്ടേഴ്സ് അവരെപ്പോഴും അവിടെ നിലനിൽക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ എല്ലാവരോടും പറയലുണ്ട്, നിങ്ങളൊരു ട്രെയിനിങ് എടുക്കണം. വെറുതെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഇപ്പോൾ പറയുന്ന പോലെ ഒരു 10,000-20,000 രൂപയുടെ ഒരു വാച്ച് ഉണ്ടാവും, ഒരു 10,000-20,000 രൂപയുടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവും, 5,000-ന്റെ ഷർട്ട് ആയിരിക്കും, 15,000-ന്റെ ജീൻസ് ആയിരിക്കും, ഷൂ ഉണ്ടാവും. അപ്പോൾ അവന് മൊത്തത്തിൽ കാണുമ്പോൾ അവനൊരു 2-3 ലക്ഷം, 3 പിന്നെ മൊബൈലും ഒരു 4-5 ലക്ഷം ഉറുപ്പ്യന്റെ മുതലുണ്ടാവും. പക്ഷേ ഇവനൊരു ഫ്രെയിമിൽ വന്ന് നിൽക്കുമ്പോ ഇതല്ലല്ലോ, ഇതൊന്നും അവിടെ അല്ലല്ലോ. അതൊക്കെ പുറത്തുള്ള സാധനല്ലേ. ഇതിനകത്ത് വരുമ്പോ ഈ ക്യാരക്ടർ ഇതല്ലേ ആൾക്കാർ കാണുന്നത്. അതിന് നമ്മൾ പണിയെടുക്കണ്ടേ. ആ പണി കുറച്ചെങ്കിലും എടുത്തിട്ട് വരണം എന്ന് ചില ആൾക്കാരോടെങ്കിലും നമുക്ക്
പറയാൻ പലപ്പോഴും തോന്നും. ഞാനത് പറയാറുണ്ട്, നിങ്ങൾ പോയിട്ട് ട്രെയിനിങ് എടുത്താൽ കുറച്ചും കൂടി നല്ല അടിപൊളി സാധനം ഉണ്ടാവും. പക്ഷെ ചിലവർക്ക് അത് മിനിക്കാൻ പോലും മടിയായിരിക്കുന്നവരുണ്ടാവും. ഞാനിങ്ങനെ ട്രെയിനിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി ചോദിക്കാനിരുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ആമിർ ഖാൻ മുതൽ ഇപ്പൊ ഈ പറഞ്ഞ അജയൻ ടൊവിനോ വരെ പലതായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ വിനായകുമായിട്ട് ഇതിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജ്യോതിഷ് പലർക്കും ഇത് ചെയ്യുന്നുണ്ട്, ദീപൻ വന്നിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ആളുകളും ഇപ്പൊ നേരത്തെ ഗോപൻ ചേട്ടൻ, ഇപ്പം ജോജു പറയായിരുന്നു, ഗോപൻ ചേട്ടനെ വിളിച്ചു ചോദിക്കുമായിരുന്നു ധനുഷിന്റെ കൂടി ഒരു സീൻ വരുമ്പോഴെന്നൊക്കെ. അപ്പൊ അങ്ങനെ പലരും ഉണ്ടല്ലോ. അതിൽ തന്നെ ഈ പറയുന്ന ഇതൊരു സിനിമയൊരു സാധ്യതയാണെന്ന് കണ്ടിട്ടുള്ള ഒരു ഇടനില പ്രവൃത്തിയായി ചെയ്യുന്നവരുണ്ട്, എന്നാൽ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ഉണ്ടല്ലോ. ഇത് ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ കാലത്ത്? ഇത് എനിക്ക് അവിടെ ചില സ്ഥലത്ത് എത്തുന്ന സമയത്ത് ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ചിലത് കൊടുക്കുന്നത്. പക്ഷെ പല സ്ഥലത്തും ആ ക്യാരക്ടർ അപ്പം നല്ലതായിട്ട് വരും. പക്ഷെ അവരപ്പോഴും ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് അവരുടെ അകത്തുള്ള നമ്മളൊരു വ്യക്തിയുണ്ട്, നമ്മളൊരു നടനുണ്ട്. ആ നടനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടത്. ഇവിടെ ആ കഥാപാത്രം ഏകദേശം നമ്മളെ രൂപം കൊണ്ടായി. ഇനി ആ കഥാപാത്രം എങ്ങനെ ചെയ്യുന്നുള്ളത് ഒരൊറ്റ സാധനം മാത്രമേ നമുക്ക് ചെയ്ത് പഠിക്കണം. അതിനൊരു ടിപ്പ് ആ സിനിമയിലേക്ക് വേണ്ട രീതിയിൽ അവരൊക്കെ ഒന്ന് ഒരു മിനിക്ക് എടുത്ത് വിടും എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ നല്ല നടന്മാരാവണം എന്നില്ല. ഒരു 5-6 പല പല വിധത്തിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ചൊക്കെ വർക്കാവും. അപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ നമ്മൾ സിനിമയിലെ സീൻ തന്നെ എടുത്തിട്ട് ഇവരെ അഭിനയിപ്പിച്ച് അതിന്റെ റെഫറൻസ് ഒക്കെ കൊടുത്ത് ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ ഞങ്ങളുടെ ബെസ്റ്റ് ആക്ടറിലും അങ്ങനെ ഒരു ആക്ടിൽ അങ്ങനെ ഉണ്ട് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് കേൾക്കാം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് എൻ്റെ സാധ്യതകളും എൻ്റെ പരിമിതികളും ഞാൻ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് എനിക്ക് വേണ്ടത്. ആ മൊമെന്റിന് ശേഷമാണ് ആക്ടർ ഉണ്ടാവുന്നത്. അതെ. അപ്പൊ നമ്മളൊരു തോട്ട് ഫ്രെയിം ചെയ്യുന്ന അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ, നമ്മളെ ബോഡിയെ കുറിച്ചുള്ളത് ഉണ്ടാവും. ഇത് പിന്നെ ഓരോ കഥാപാത്രമല്ല, ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു വലിയൊരു തരത്തിലുള്ളൊരു ട്രെയിനിങ് പലപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയുന്നത്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അപ്രോച്ച് ചെയ്ത് അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു നടനാവാൻ അയാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അയാൾ അത് കുറേ കാലമായിട്ട് അയാളുടെ നിത്യജീവിതത്തിലാണ് അയാൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. എനിക്ക് നിങ്ങൾ അഭിനയം പഠിപ്പിച്ചു തരാനൊന്നും പറ്റില്ല, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന് വേണ്ട സാധനങ്ങൾ എനിക്ക് ഇട്ടുതരാൻ പറ്റും. അത് ഇടുമ്പോൾ അതിൽ പിടിച്ച് നിങ്ങൾ കയറി നിങ്ങളെ വർക്ക് ചെയ്യണം. അത് ഓരോ ദിവസവും ഓരോരുത്തരും ചെയ്യേണ്ട ഒരു സാധനമാണ് ഒരു നടനാവുന്നുണ്ടെങ്കിൽ. പലപ്പോഴും പല ഡയറക്ടർമാരും അവിടെ വന്ന് അവരുടെ ക്യാരക്ടറിന് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ള നടന്മാരെ അവിടെ വേണം. അവിടെ വന്ന് അവനെ അഭിനയം പഠിപ്പിക്കാനൊന്നുള്ള സമയമല്ല സിനിമേന്റെ അകത്ത് ഓരോരുത്തരെയും ഇതാക്കാൻ. അപ്പൊ അവിടെ നമുക്ക് പണിയെടുക്കണമെങ്കിൽ നമുക്ക് ഈ പണി എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പൊ ഇതിനു മുമ്പേ തന്നെ നടൻ തയ്യാറായിക്കൊണ്ടേ ഇരിക്കണം എപ്പോഴും. അപ്പൊ അവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ അയാളുടെ ടൂളാണ്. അപ്പൊ അത് നോക്കണം. അല്ലാതെയും ഒക്കെ തന്നെ നമ്മൾ ഇതൊക്കെ മനസ്സിന്റെ അകത്തുള്ള ഒരു പരിപാടിയാണ്, കുറേ അധികം. അപ്പം ഇതിനെയാണ് നമ്മൾ പലതരത്തില് ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടാവും, ഭയങ്കര പ്രയാസപ്പെട്ട സംഭവങ്ങളും ഇതും ഒക്കെ ഉണ്ടാവും. അപ്പം ഇതിനെയൊക്കെ ഞാൻ എന്ത് ചെയ്യും, തിയേറ്റർ പഠിച്ചുകൊണ്ട് എനിക്ക് വലിയൊരു ഗുണം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓരോ നിമിഷവും ഇതാക്കണം. ഇപ്പം റൈഫിൾ ക്ലബ്ബ് നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ, അതായത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ സംഭവങ്ങളായിരിക്കാം. അപ്പം അത് എനിക്ക് ചില സമയത്ത് എൻ്റെ ചിന്തകളെയും ഇതിനെയൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. അവിടെ നമ്മൾ എത്രത്തോളം എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ അപ്പം അതിനെ ആ വിഷമത്തിന് നമ്മൾ എന്ത് പറയും, നമ്മൾ അതിലേക്ക് നമ്മളുടെ ആർട്ടിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനമുണ്ട്. ആ രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നമ്മൾ അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ
ആ ഒരു അത്രയും ഹാപ്പിനെസ്സും നമ്മളുടെ ഭാരം കുറച്ചിട്ടും ഒക്കെ നമ്മൾ ടോട്ടൽ ടോട്ടൽ ടീമിലൊക്കെ നിൽക്കുന്നത്. പക്ഷെ നമ്മളുടെ അകത്ത് ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒരു ആക്ടർ പല രീതിയിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ഒരു ജേണിയും കൂടെ അതിനകത്ത് എല്ലാവർക്കും ഉണ്ടാവും, അവരുടെ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വർക്ക് സ്പേസിൽ എത്തുന്ന സമയത്ത് അതിനെയൊക്കെ നമ്മൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പുറത്തേക്ക് മാറി നിന്നിട്ടുള്ള ഒരു വിളി നമ്മൾ പലപ്പോഴും എല്ലാം നടന്നു പോകുമ്പോൾ പലരും കേൾക്കാറില്ല. ഇതിനെയൊക്കെ ഞാൻ തിയേറ്റർ പഠിച്ചതുകൊണ്ട് തന്നെ എനിക്കത് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇവരോടൊക്കെ സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കി കാണുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ് ആ വിഷയത്തെ കാണുന്നത്. അപ്പം നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ച 2-3 ചിലപ്പോൾ അതുപോലെ ഒരു സിമിലർ സിറ്റുവേഷൻ ഉണ്ടാവും. അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഒരുപാട് ആളുകളെ ഹാൻഡിൽ ചെയ്ത ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഈ ഒരു കാര്യത്തിൽ നമുക്ക് തരാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാട്ടോ. ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റും ഈ സൈക്കാട്രിസ്റ്റും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ ഇവരോട് നിരന്തരം എനിക്ക് എന്നെ അലട്ടുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അത് മാറിയും പിന്നെ ഞാൻ അതിനെ എൻ്റെ തിയേറ്ററുമായിട്ട് മിക്സ് ചെയ്യും ഒക്കെ ചെയ്തിട്ട് ആർട്ടിലേക്ക് മിക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു യാത്രകൾ എപ്പോഴും പോകുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ നിന്നൊക്കെ എവിടേക്കോ പോയി. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും ട്രെയിൻ ചെയ്യും, നമ്മളെ പുതുക്കുകയും മിനുക്കുകയും ഒക്കെ ചെയ്തിങ്ങനെ എപ്പോഴും ഇങ്ങനെ തുടച്ചിങ്ങനെ വെക്കണം. നമ്മളെ ഏറ്റവും മിനുക്കി വെക്കുകയും ഇനി എത്രത്തോളം മിനുക്കാൻ പറ്റും നമ്മൾ തുറന്നു നിൽക്കുകയും ചെയ്യണം. എന്തും ട്രൈ ചെയ്യാം. ഞാൻ അതുവരെ ഇപ്പം അതിൽ ഞാനൊരു കിസ്സിങ് സീന് ഉണ്ടല്ലോ, ഒരു ലിപ് ലോക്ക്, ഞാൻ അതുവരെയുള്ള ഒരു സാധനമൊന്നും ചെയ്യില്ല. അപ്പോൾ അന്ന് രാവിലെയാണ് ഇതിനെ പറ്റിയിട്ട് ഷറഫും അതുപോലെ തന്നെ ശ്യാമേട്ടനും വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, നിനക്കൊരു കിസ്സിങ് സീൻ ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ളത് ഇനി എന്നെ ഞാനാണല്ലോ എല്ലാവരെയും പറ്റിക്കുന്നത്, ഇനി എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണോ എന്നുള്ളത് ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തതുമില്ല. പിന്നെ അതിനകത്തൊരു ഡയലോഗിൽ നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് ഇതിൽ സംസാരിക്കുന്ന ചേട്ടൻ സജീവൻ ചേട്ടൻ പറയുന്നത്, കിസ് ചെയ്യുമ്പോൾ എങ്ങനെയാ എൻജോയ് ചെയ്യാതിരിക്കുന്നത്? നമ്മുടെ ഈ ഷാജഹാനോട് എൻജോയ് ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് എൻജോയ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് അവസാനത്തെ ദിവസമാണ് ഈ സംഭവത്തിലേക്ക് ഇത് വരുന്നത്. അപ്പോ പൊതുവെ എന്ത് ചെയ്യും, അതൊരു ഇതായിട്ട് അവിടെ എല്ലാവരും മാറി നിന്ന് കുറച്ച് ഈ സീൻ മാത്രം അത് എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ മിനിമൽ ക്രൂ ആണ്. ഞാൻ സജീവൻ ചേട്ടൻ എന്തെങ്കിലും പേടിയെന്ന് വെച്ചു, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഇപ്പോൾ കിസ്സിങ് സീൻ ആണ്, അപ്പോൾ വെടി വെച്ച് കഴിഞ്ഞ് കിസ്സിങ് സീൻ ആണ് അടുത്ത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സജീവൻ ചേട്ടൻ ഒരു കാര്യം സിഗരറ്റ് വലിക്കുന്നല്ലേ, പോയി പല്ലി വെച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ സെറ്റിലെ അങ്ങനത്തെ ലിപ് ലോക്കിലെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ദർശനയാണ്. കാരണം ഗുരുനാഥ ഇല്ലല്ലോ, എങ്ങനെ ഇതിന് ചോദിക്കും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിൽക്കുക. അപ്പോൾ പറഞ്ഞു, അപ്പോൾ വിഷ്ണു അതിന് പറഞ്ഞു, എനിക്ക് ഒരു സിനിമയിൽ ചെയ്തൊരു ശീലമുണ്ട്, രണ്ടെണ്ണോ എനിക്ക് പരിചയം. എന്നാൽ നീ തന്നെ ഗുരു. അപ്പോൾ നമ്മളത് അപ്പം ഞങ്ങൾ പോയിട്ട് ഓടിപ്പോയിട്ട് അവിടുന്ന് പോയിട്ട് പല്ലൊക്കെ തേച്ച് മറ്റേ എന്താണ് നമ്മുടെ ആ ഫുഡ് തരുന്ന ആ ചേട്ടൻ്റെ ചാർലി ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഇലക്കായൊക്കെ എടുത്തിട്ട് ഇതാക്കി വന്ന് നിന്ന് ഓക്കെ റെഡി എന്ന് പറയും. അപ്പോൾ പോകുന്ന ഞാൻ പറഞ്ഞു, ആ കിസ്സിങ് സീനാണ്, എല്ലാവരും വന്നു, ഞങ്ങളുടെ ലിപ് ലോക്ക് ആണെന്ന് പറഞ്ഞിട്ട് ആ സെറ്റിൽ മൊത്തം ആൾക്കാരും അതിൻ്റെ പിന്നിലുണ്ട്. മലയാള സിനിമയിൽ ക്രൂവും അവിടെ ഉണ്ട്. അപ്പോൾ കിഷോറേട്ടൻ കൺട്രോളർ വന്ന് എല്ലാവരും ഒന്ന് എട്ടേന്ന് അപ്പോൾ എല്ലാവരും ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ സീന് ചെയ്യുന്നത്, അപ്പോൾ ആക്ഷൻ പറയുന്ന ഫൈറ്റ് മാസ്റ്റർ ആണ് ആക്ഷൻ പറയുന്നത്. സാർ സൊല്ലുങ്കോ എന്ന് പറഞ്ഞിട്ട് മറ്റേ അല്ല ഇത് വെടി ആദ്യം ആക്ഷൻ ആണല്ലോ, അതിന് ശേഷമാണല്ലോ ആക്ട് വരുന്നത്. അതുകൊണ്ട് ആക്ഷന്റെ സാറ് ബാക്കിയാണല്ലോ ഇത് വരുന്നത്, അപ്പോൾ ഇത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിക്കാണെങ്കിൽ നാണാവ്, ആദ്യമായിട്ടാണ് ഈ ആക്ഷൻ്റെ ഇടയിൽ ഒരു ലിപ് ലോക്ക് സീൻ വരുന്നത്. റെഡി ഫയർ റെഡി ആക്ഷൻ നാണിച്ചിട്ടാണ് സന്തോഷം എന്ന് പറയുന്നത്. അതെ, നാണിച്ച് ഏറ്റവും ഇതായിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഞങ്ങള് ആ സമയത്ത് ഇതൊക്കെ ഇപ്പുറത്ത് സംഭവിച്ചെങ്കിലും അവിടെ സൂസനാണല്ലോ, അവിടെ ഇതാക്കുന്നു, ഇത് അങ്ങനെ ആ ലിപ് ലോക്കിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ നമ്മൾ ആക്ടറാണ്, ഈ പറഞ്ഞ തമാശ ഇതൊന്നുമില്ല. അങ്ങനത്തെ വന്നപ്പോ ഞങ്ങൾ മാസ്ക് ആയിപ്പോയി. അപ്പോൾ ഒരു റീടേക്കും കൂടെ പോകേണ്ടി വന്നു.
അല്ല മാസ്ക് അതായത് അപ്പോൾ ഒന്ന് റീടേക്കും കൂടെ പോയി. ആ റീടേക്കിലും ഈ പറഞ്ഞതുപോലെ കുറച്ചും മാസ്ക് ആയി പോയി. അപ്പോൾ ഞാൻ അടിവേണ്ടിട്ട് മോസ്കായി ഞങ്ങൾ അവിടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മാസ്ക് ആയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ അവിടെ തിരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പം അതൊന്നും അതിൽ കാണില്ല, ചെറിയൊരു ഇതിലാണ് വരുന്നത്. അപ്പം അത് അഭിനയിക്കുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, നമ്മൾ ആ ക്യാരക്ടർ വിട്ടു പോകാൻ പാടില്ല, ഈ മാസ്ക് ഇതാക്കാൻ പാടില്ല, ഇതെല്ലാമാണ് നമ്മളവിടെ ടെക്നിക്കലാ. എന്നിട്ട് അത് കഴിയുമ്പോൾ എല്ലാവരുടെയും കൈയടിക്കും. കാരണം അത് അത്രയും അതിനെ വേറൊരു രീതിയിൽ അവർക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെർഫോമൻസ് ആണ്. അപ്പൊ മറ്റേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു കുൽസിത ഫീലിലായിരിക്കും അവിടെ നിൽക്കുക. അപ്പൊ ആ ഫീലിലല്ല അവിടെ ആരും അവിടെ ഉണ്ടായിരുന്നുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതുവരെ നമ്മൾ അവിടെ എന്താ പറയാ ഒരാഘോഷമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും പറയുമ്പോഴേ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനാണോ ഉത്തരം പറയുന്നത്? അല്ല, എനിക്കൊരു സംശയം, ഞാൻ ഭയങ്കര എൻഗേജ് ചെയ്തിട്ടാണ് ഇരിക്കുകയും ചെയ്തത്. കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ടോന്നാ? അല്ലല്ല, ഞാൻ ഭയങ്കര എൻഗേജ് ചെയ്തിട്ട് ഞാൻ പ്ലാൻ ചെയ്ത ഒരു ചോദ്യമല്ല ചോദിക്കുന്നതെന്ന് പറഞ്ഞത്. ഞാൻ നോർമലി സംസാരിച്ചതിന്റെ തുടർച്ചയിൽ അതിനെ കണക്ട് ചെയ്താ പോകുന്നത്. ഈ എപ്പോഴും നമ്മൾ പറയില്ലേ, ഇപ്പം കോഴിക്കോട് നിന്നുള്ള പ്രധാനപ്പെട്ട ആക്ടേഴ്സിന്റെ കാര്യം പറയുന്നത് പോലെയാണ് കോഴിക്കോട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബ്രാൻഡ് അംബാസഡർ പോലെയാണ് പിന്നീട് സുരഭിയെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരഭിയെ കുറച്ചുകൂടി ആളുകൾ പേഴ്സണലൈസ് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളെ പോലെയാണ്. ഒരു ആൾക്കൂട്ടത്തിൽ ഒരു അമ്മയോ അമ്മൂമ്മയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ അവർക്ക് കയ്യിൽ കയറി പിടിച്ച് അവരുടെ വീട്ടിലെ ഒരാളെ പോലെ പെരുമാറുന്നൊരു അടുപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ MAT മൂസ മാത്രമല്ല, ഒരുപക്ഷെ സുരഭിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സംഗതിയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ആക്ടർ ലൈഫിന് പുറത്തെ ജീവിതവും ഭയങ്കര നോർമലാക്കി മാറ്റിയത് എങ്ങനെയാണ്? അത് ഈ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ എനിക്ക് അറിയില്ലല്ലോ, ഇനിയിപ്പോൾ നാളെയൊന്നും എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പം അത് തിയേറ്ററാണ് സത്യത്തിൽ ഉള്ളത്. അത് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്, ഏറ്റവും നല്ലൊരു ആക്ടർ ആവാൻ പറ്റുക എന്നുള്ളൊരു ബേസിക് ഒരു അത് ജ്യോതിഷേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ ഇൻസ്റ്റയിൽ ഉള്ളത് ഡോണ്ട് ആക്ട്, ഡു യുവർ ആക്ഷൻസ്, സ്റ്റാൻസ്ലോവ്സ്കിയുടെ വാക്യമാണ് അതിലുള്ളത്. അപ്പം അങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു ഇത്. പിന്നെ MIT മൂസ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മീൻകാരൻ്റെ കെട്ടിയോളായിട്ട് നൈറ്റ് ഇട്ടിട്ട് 5 ഉറുപ്പ്യൻ്റെയും 10 ഉറുപ്പ്യൻ്റെയും കണക്ക് പറയുന്ന ഒരു സീരിയൽ സംഭവം അതുവരെ വന്നിട്ടില്ല. അപ്പം അത് കുറച്ചും കൂടിയും ആളുകളിലേക്ക് ഇതായി. അവർക്ക് വീട്ടിലെ ഉമ്മേനെയോ ഒക്കെ പോലെ തോന്നാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ടും ഞാൻ പോയിട്ട് എൻ്റെ വീടിനടുത്തുള്ള ഉമ്മമാരോടൊക്കെ സംസാരിച്ചിട്ട്, അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സംസാരമല്ല നമുക്ക് വേണ്ടത്, ഇപ്പം എല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതല്ല നമുക്ക് വേണ്ടത്, പഴയ ഉമ്മുമ്മമാരോട് പോയിട്ട് സംസാരിക്കണം. അത് വയസ്സായില്ല, കൊയമാന്തലായി, ആട്ടെട്ടെ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഓൻ്റെ ഒരു ഏനാന്തൊക്കെ ചോദ്യം എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ സാധനങ്ങൾ പോയി ഇരുന്നിട്ട് തന്നെയാണ് ആ ക്യാരക്ടറിലേക്ക് എത്തിയത്. അപ്പം അതും കുറച്ചും കൂടിയും ഇതായി. പിന്നെ ആൾക്കാരോടൊക്കെ നമ്മൾ ഇന്ന് കണ്ട് പിന്നെ നാളെ വരെ കാണുമെന്നൊന്നും അറിയില്ലല്ലോ. അവരുടെ ജീവിതത്തിൽ ആ ഒരൊറ്റ നിമിഷം നിങ്ങൾ ഫോട്ടോ എടുത്തത് ഓർമ്മ ഉണ്ടോ, എന്നിട്ട് നിങ്ങൾ ഫോൺ വാങ്ങിച്ച് എന്നോട് മറന്നു പോകും, എന്നിട്ട് നിങ്ങൾ തന്നെ വാങ്ങി ഫോട്ടോ എടുത്ത് എന്നിട്ട് ഞാൻ അത് ചെയ്യേണ്ടി വരും. അവർക്ക് ആ ഒരു മൊമെന്റേ നമുക്ക് കൊടുക്കാനുള്ള അവരുടെ ജീവിതത്തിൽ ഏറ്റവും. കാരണം എൻ്റെ ആങ്ങള മിമിക്രി ചെയ്ത് സമയത്ത് സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. എന്നിട്ട് ഞങ്ങളെല്ലാവർക്കും അത് വലിയൊരു ആഘോഷമായിരുന്നു. സുരേഷ് ഗോപിയുടെ കൂടെ ഫോട്ടോ എടുത്ത് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഇത് ഓർമ്മ ഉണ്ടാവും ഇല്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയൊരു സംഭവമായിട്ട് ഒരു ഇതായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പോൾ എൻ്റെ ചേച്ചിമാരും ഇവരോടൊക്കെ പറയും ഇനിയിപ്പോൾ ഇതാകുന്നില്ലല്ലോ, അവരോട് ഇതാക്കുക. അപ്പം അവർ വീട്ടിൽ നിന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം എൻ്റെ ചേച്ചി, ഇപ്പം ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ചേച്ചി ഒരു ലിസ്റ്റ് എടുത്ത് വെക്കും, വയസ്സായ ആൾക്കാരെ കാണാൻ പോകാനുള്ളത്, പിന്നെ അസുഖമുള്ള ആൾക്കാരെ കാണാൻ പോകാനുള്ളത്, അത് കുടുംബക്കാരും ആ നാട്ടിലുള്ളവരൊക്കെ നമ്മൾ ആൾക്കാരാണല്ലോ. അപ്പോൾ എല്ലാവരെയും പോയി നാട്ടിൽ പോയാൽ സുഖമില്ലാത്തൊരു അവിടെയൊക്കെ ഓരോരുത്തർ പോയി 2 വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങനെ പിന്നെ പോകുമ്പോൾ ചിലപ്പോൾ അവർ മരിച്ചു നോക്കുള്ളത് വാർത്തയ്ക്ക് നമ്മൾ കേൾക്കുന്നത്. പിന്നെ അവിടെ ഒരു പാലിയേറ്റീവ് ഡോക്ടർ അഷ്റഫ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്. അപ്പോൾ ആ ഡോക്ടർ ചില കുഞ്ഞു കുട്ടികളൊക്കെ അവർക്ക് ചിരിക്കാൻ വേണ്ടി MIT മൂസയൊക്കെ കാണും, അപ്പോൾ പാത്തുവിനെ നിങ്ങൾക്ക് കാണണോ അല്ലെങ്കിൽ മൂസൊക്കെ അതിനെ കാണണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറയുമ്പോൾ നമ്മളതിന് പോയിട്ട് ഇത്രയ്ക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യുന്നു. പിന്നെ പലരും ഇപ്പം എൻ്റെ സംസാരം കോഴിക്കോട് അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനത് മാറ്റാനൊന്നും നിന്നില്ല. കാരണം എനിക്ക് ഇപ്പം ഈ ഒരു ഭാഷ ഉണ്ടാക്കിയിട്ട് കുമാരിയിലെ പോലെ പറയാനും അറിയാം. പിന്നെ തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിച്ചിട്ട് അൺനാഷണൽ അതും എനിക്ക് പറയാൻ അറിയാം. അതല്ലെങ്കിൽ കണ്ണൂരോ കാസർഗോഡോ കോഴിക്കോടോ കേരളത്തിൽ ഏതും പറയാനറിയാം. കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ ഹിന്ദിയും പറയും. കുറച്ചുകൂടി സമയം തന്നാൽ ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷും പറയും. അത് പറഞ്ഞിട്ടുണ്ട് മറ്റേ പാപ്പിലിയോ ബുദ്ധയില്. ഇറ്റ്സ് അമേസിങ് അങ്ങനെ പറയേണ്ടതാണ്. അപ്പം അങ്ങനെ ഇറ്റ്സ് അമേസിങ് അത് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ
അത് സിംഗ് സൗണ്ട് മദനോത്സവത്തിന്റെ സുധീഷ് ഗോപിനാഥൻ ഈ കുറച്ച് മിച്ചർ വായിലിട്ടു അതൊന്നും നമ്മളിത് ഇത്ര ആയിട്ടില്ല. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഞാൻ ഇറ്റ്സ് അമേസിംഗ് കറക്റ്റ്. പിന്നെ ഞാൻ മിച്ചർ തീറ്റോട് കുടിക്കുന്നു മിച്ചർ അങ്ങനെയുള്ള രീതിയിൽ അത്. അപ്പൊ അങ്ങനെ ഒരു ലാംഗ്വേജോ അങ്ങനെ, കാരണം ഒരു ഭാഷയും ഇല്ലാതെ നാടകം ചെയ്തിട്ടുണ്ട്. ജിബ്രിഷ് മാത്രമായിട്ട് നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ 10,000 ആളുകൾക്ക് വേണ്ടിയിട്ട് രമേശ് വർമ്മ സാറിന്റെ ഇരുവട്ടം മണവാട്ടി എന്ന് പറയുന്ന നാടകം ചെയ്തത്. അതിൽ ഞാൻ കോറസ് ആയിട്ടാണ് പിന്നെ ചെയ്തത്. ആദ്യം ഞാൻ നായികയുടെ അച്ഛനായിരുന്നു, ചിങ് സോങ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഇട്ടിട്ട് കഴിഞ്ഞപ്പോൾ കുറേ ഫൈനൽ റിഹേഴ്സലിൻ്റെ ഒക്കെ തൊട്ട് മുമ്പായപ്പം എൻ്റെ വോക്കൽ കോഡ് ഇതാവുകയും അത് വീഴുകയും ഇനി ഭയങ്കരമായിട്ട് വോയിസ് റെസ്റ്റ് കൊടുക്കണതാണ്. അപ്പോൾ ഫൈനൽ കുറച്ച് റിഹേഴ്സലിനൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാഷിനോട് പറഞ്ഞു റിസ്ക് എടുക്കണ്ട, നമ്മൾ മൈക്കില്ലാണ്ടൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേറെ രജിഷേട്ടനെ അതിലേക്ക്, കാരണം സാറിൻ്റെ പ്ലേ ചെയ്യുമ്പോൾ എല്ലാ റോളും എല്ലാവരും ചെയ്യണം. അപ്പം തന്നെ ഒരു ആക്ടർ ഫില്ലായിന്ന്, നായകനായും നായകൻ്റെ അച്ഛനായിട്ടും അമ്മയായിട്ടും. അപ്പം ഫൈനൽ ചെയ്തത് നായകൻ്റെ അച്ഛൻ ചിങ്സുങ് ഞാനാ. പിന്നെ ഞാനത് മാറേണ്ടി വന്നു, ചൈനീസ് ഓപ്പറയാണത്. അപ്പം അതിൽ നിന്ന് മാറി. പിന്നെ ഞാൻ കോറസ് ആണ്. പിന്നെ കോറസിന്റെ ഫുൾ ഇത് ഞങ്ങള് ഇതെടുക്കും. അതിനു മുമ്പ് ഞങ്ങൾ ഹൊയ്വിടൽ ടീമുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ യുദ്ധത്തിലൊക്കെ ഇങ്ങനെ ഇത് പോവുക, മാലാകമാരായിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കൊണ്ട് നടക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പിന്നെ അത് അടുത്ത വർഷം, അപ്പോൾ അത് നമ്മുടെ ജോയ് പി മാത്യു സാറിന്റെ അതിർത്തികൾ എന്ന് പറഞ്ഞ നാടകം. പിന്നീട് ഞാൻ അതിലെ 2 റോളും ചെയ്യാൻ തുടങ്ങി, അമ്മയും കാമുകയും. അപ്പം നാടകത്തിൽ നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാം ചെയ്യാൻ ഇതാക്കാനും ഒക്കെ എപ്പോഴും പറ്റലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ചോദ്യം പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ള ഇപ്പോൾ ആൾക്കാരായിട്ടാണെങ്കിലും ഇനിയിപ്പോൾ നാളെ അങ്ങക്ക് എന്നെ കാണുന്ന സമയത്തും അല്ലെങ്കിൽ ഇവരിനൊന്നൊക്കെ എന്നെ കറക്റ്റ് എല്ലാം മനസ്സിലായിണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവനോട് സംസാരിച്ചിട്ടില്ലെങ്കിലും അവനും ഇതിൻ്റെ ഒരു ഇവിടേക്ക് നോക്കാൻ പറ്റില്ലെങ്കിലും അവളും ഇതിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ. അവരുടെ മുഖത്ത് മാറുന്ന എക്സ്പ്രഷൻസും അവരതിൽ എൻഗേജ്ഡ് ആണ്. അപ്പം അവർക്കും എന്നെ ഒരു അപരിചിതയായിട്ട് ചിലപ്പം തോന്നുമോ? തോന്നില്ല. ഗൗതം അല്ലേ, തോന്നാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അതിന് വേണ്ടിയിട്ട് ഞാനൊന്നും പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അത് ചെയ്യുന്നത് ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അത് ചെയ്യുന്നത് ക്യാരക്ടറിലാണ്. അത് കൃത്യമായിട്ട് അത് തന്നെ ചെയ്യും. 2024 അതിഗംഭീരമായ വർഷമാണ്. പേഴ്സണലി ഈ പറഞ്ഞ 100 കടന്ന് തിയേറ്ററിൽ നിൽക്കുന്ന മാണിക്കുണ്ട്, ഇപ്പുറത്ത് സൂസൻ ഉണ്ട്. ഈ 2 സിനിമയും ഭയങ്കര സക്സസ് എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ കിട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസ് കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സുരഭിയെ എല്ലാ തരത്തിലും തിരിച്ചറിയുന്ന പെർഫോമൻസ് ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്നെ ഒന്നിലും പിടിച്ചിടരുത്. എല്ലാ തരത്തിലും എന്നെ പുതിയ സംവിധായകരും എല്ലാവരും നമുക്ക് പരിചയമില്ല. പുതിയ സംവിധായകരും എഴുത്തുകാരും ഒക്കെ നമ്മളെ ട്രൈ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുന്നു. ആക്ടേഴ്സ് ഓൾവേസ് ബെഗേഴ്സ് എന്നാണ്. അപ്പോൾ ഇതൊരു അവസരം ചോദിക്കലുമായിട്ട് കൂടിയാണ് സത്യത്തിൽ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നിങ്ങൾ തരുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മളുടെ ഒരു, നേരത്തെ നമ്മൾ ആദ്യം മുരളി സാറിൻ്റെ കാര്യം സംസാരിച്ചതുപോലെ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ. പ്രേക്ഷകരും എല്ലാവരും തരുന്ന ആ ഒരു സപ്പോർട്ടിന് നന്ദി. താങ്ക് യു.